ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ അന്വേഷണം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക്. അവയവ കച്ചവട റാക്കറ്റുമായി ആശുപത്രിക്കുള്ള ബന്ധമാണ് അന്വേഷിക്കുക. ഡോക്ടർമാരുടെ അറിവോടെയാണോ റാക്കറ്റ് ഒപ്പം സീലും ഉപയോഗിച്ചതെന്നതിലും പരിശോധന നടക്കും. കഴിഞ്ഞ ഒക്ടോബറിൽ ആശുപത്രിയിൽ വെച്ച് വടക്കേക്കര സ്വദേശി അവയവദാനം നടത്തിയിരുന്നു. അവയവദാതാവിനെ പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. ജഡ്ജിമാരുടെ പേരിലും വ്യാജരേഖകൾ ചമച്ചുവെന്നാണ് കണ്ടെത്തൽ. ഒളിവിലുള്ള മുഖ്യപ്രതി നജീബിനായി പോലീസ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കി. കല്ലത്രസ് മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മറവിലാണ് അവയവദാന തട്ടിപ്പ് നടന്നിരുന്നത്. എസ് ശരൺ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, വെരി ഗുഡ് മോർണിംഗ് ശരൺ. അവയവദാന തട്ടിപ്പിൽ ഇപ്പോൾ ആശുപത്രിക്കും ബന്ധമുണ്ടോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് സമാനമായ കേസുകൾ ഇവിടെ നടന്നിട്ടുണ്ടാവില്ലേ ശരൺ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും ഈ അവയവ കച്ചവടത്തിന് പിന്നിൽ വൻ റാക്കറ്റാണ് പ്രവർത്തിക്കുന്നത്. അതിനെ നിയന്ത്രിക്കുന്നത് കാസർഗോഡ് സ്വദേശിയായ നജീബാണെന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരുന്നതാണ്. അതിന് പിന്നാലെയാണ് എത്ര പേരെയാണ് ഈ അവയവ കച്ചവട റാക്കറ്റ് ഇരകളാക്കിയെന്നുള്ളതിൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ വടക്കേക്കര സ്വദേശിയായ ഒരാളെ കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ, കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അവയവദാനം നടന്നിട്ടുണ്ട്. അതിന്റെ രേഖകളടക്കമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ കൊച്ചിയിലെ ആ സ്വകാര്യ ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങാൻ കാരണമായിരിക്കുന്നത്. അതായത് ഈ അവയവ കച്ചവട റാക്കറ്റുമായി സ്വകാര്യ ആശുപത്രിക്ക് എന്താണ് ബന്ധമുണ്ടെന്നുള്ളതാണ് ഇനി പ്രധാനമായും വ്യക്തത വരുത്താനുള്ളത്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള റെയ്ഡാണ് രണ്ട് സ്ഥാപനങ്ങൾ, അതായത് പള്ളിക്കരയിലെ രണ്ട് സ്ഥാപനങ്ങളും നടന്നിരുന്നത്. അതിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഡോക്ടർമാരുടെ ഒപ്പും സീലും പതിച്ച ലെറ്റർ പാഡുകൾ പിടിച്ചെടുത്തിരുന്നതാണ്. അപ്പോൾ ഈ ഡോക്ടർമാരുടെ അറിവോട് കൂടിയാണോ ഇത്തരത്തിൽ ഒപ്പും സീലും ഒക്കെ പതിച്ചുള്ള ലെറ്റർ പാഡുകൾ ഉണ്ടാക്കിയെന്നുള്ളതാണ് പോലീസിന് സംശയമായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡോക്ടർമാരുടെ മൊഴിയെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വടക്കേക്കര സ്വദേശിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വിവരങ്ങൾ ലഭിച്ചതിന് പുറമെ തന്നെ ഈ അവയവദാതാവിനെയും പോലീസ് കേസിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിൽ കൂടിയാണ് പോലീസ് ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് ഈ നജീബ് ഈ തട്ടിപ്പ് നടത്തിയിരുന്നെന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ട്. ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിലാണ്. കല്ലത്രസ് മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനി സ്ഥാപിച്ച് അതിന്റെ മറവിലാണ് ഈ വലിയ അവയവ കച്ചവടം നടന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വിശദമായ അന്വേഷണത്തിലേക്ക് പോകാനാണ് റൂറൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് തന്നെ ഒരു SIT രൂപീകരിക്കും. ഇതോടൊപ്പം തന്നെ മുഖ്യപ്രതിയായ നജീബ് ഇപ്പോഴും ഒളിവിലാണ്. ഇയാൾ എവിടേക്കാണ് പോയതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇയാൾ ചിലപ്പോൾ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്നൊരു അനുമാനത്തിൽ കൂടിയാണ് പോലീസുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കായി ലുക്കൌട്ട് സർക്കുലർ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇയാളുടെ ഭാര്യ റഷീദയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും ഈ കേസിൽ കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് വൈകാതെ ഉണ്ടാകുമെന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു ശരണാണ് വിവരങ്ങൾ നൽകിയത്. അവയവദാന തട്ടിപ്പിൽ ഈ ജഡ്ജിമാരുടെ വരെ ശുപാർശക്കത്ത് വ്യാജമായിട്ട് ഒപ്പും സീലും അടക്കം ഈ കൂട്ടം ഉണ്ടാക്കി എന്നുള്ളതാണ്. എത്ര വലിയ റാക്കറ്റാണല്ലേ.